إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ആമുഖമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് അവനെ സൂക്ഷിക്കുവാൻ നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകും. ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സമ്പന്നനാക്കുമെന്നോ അവനെ ആരോഗ്യ ദൃഢഗാത്രനാക്കുമെന്നോ അവനെ കുലീനനും തറവാടിയുമാക്കുമെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, റസൂലുള്ളാഹി അറിയിച്ചില്ല. മറിച്ച് ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകുമെന്നാണ്. നന്മയുടെ അളവുപോലായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ദീനിലുള്ള ഫിഖ് അവൻ എത്രമാത്രമുണ്ടോ അത്രയ്ക്കുമാണ്. അല്ലാഹുവിന്റെ ദീനിൽ അവഗാഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അവൻ ഉണ്ടാകേണ്ട അവഗാഹം തൗഹീദിലുള്ള അവഗാഹമാണ്. തൗഹീദിലുള്ള അവഗാഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും അനിവാര്യമായും അവർ ഉണ്ടാകേണ്ടത് തൗഹീദിന്റെ ഇനങ്ങളിൽ തൗഹീദുൽ അസ്മാഉ വസിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ എത്രത്തോളം അവഗാഹമുണ്ടെന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ ഇമാമികൾ നമ്മളെ പഠിപ്പിച്ചു, ഫഇന്ന അസാസ ബിനാഇ ദീൻ അൽ-ഈമാനു ബില്ലാഹി സുബ്ഹാനഹു വബിഅസ്മാഇഹി വസിഫാതിഹി. ദീനിന്റെ അടിത്തറയിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം, ഈമാൻ. വബിഅസ്മാഇഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാൻ. ഇത് ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. وكلما كان هذا الأساس راسخا حمل البنيان بقوة وثبات. ദീനിനെ ഒരു കെട്ടിടത്തോട് ഉപമിച്ചാൽ, ദീനിന്റെ പ്രവർത്തനങ്ങളെ ഒരു കെട്ടിടത്തോട് ഉപമിച്ചാൽ, നരെ സൂചിപ്പിക്കപ്പെട്ട അല്ലാഹുവിനുള്ള ഈമാനിലും അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാനിലും അവൻ എത്രമാത്രം ശക്തി പ്രാപിക്കുന്നുവോ, എത്രമാത്രം അവൻ ഉറപ്പുണ്ടാക്കുന്നുവോ അത്രത്തോളം ദീനാകുന്ന കെട്ടിടം അതിന് ഉറപ്പവും ശക്തിയും ഉണ്ടാകും. അതില്ലെങ്കിലോ അല്ലാഹുവിനുള്ള ഈമാനിലും അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്തിലുള്ള ഈമാനിലും അതിനെക്കുറിച്ചുള്ള പഠനത്തിലും അവന് ശക്തിയില്ലെങ്കിൽ, അവൻ വേണ്ട വിധത്തിൽ ആരോഗ്യവാനല്ലെങ്കിൽ ദീൻ
ദീനിലെ പ്രവർത്തനങ്ങളാകുന്നവന്റെ കെട്ടിടം അത് താറുമാറാകും, അതേത് നിമിഷവും പൊളിഞ്ഞു വീഴാറാകും. ഇതാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ തൗഹീദിനെ സംബന്ധിച്ചും വിശിഷ്യ തൗഹീദിന്റെ ഇനങ്ങളിൽ മൂന്നാമത്തെ ഇനമായ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് അതിന്റെ പഠനത്തെ സംബന്ധിച്ചുമുള്ള ഗൗരവത്തെ കുറിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ ചോദിച്ചതുപോലെ അഫമൻ ഉസ്സിസ ബുനിയാനഹു അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹ് വറിദ്വാൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. അതെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന തഖ്വയിന്റെയും അല്ലാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുക എന്ന റിദ്വാനിന്റെയും കെട്ടിടം സ്ഥാപിച്ചോടുത്തൽ അവനാണോ അതല്ല അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഒളിഞ്ഞു വീഴാറായ കടന്നു പോകുമാറായ ഒരു മനസ്സിന്റെ വക്കത്ത് കെട്ടിടം സ്ഥാപിച്ചവനാണോ? അങ്ങനെ ആ കെട്ടിടം പൊളിഞ്ഞു വീണ നരകത്തിൽ പതിക്കുന്നവനാണോ? അള്ളാഹുവിനോടുള്ള തഖ്വയിന്റെയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന കാര്യത്തിന്റെയും കെട്ടിടം നിർമ്മിച്ചവനേക്കാൾ ഉത്തമൻ. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈമാനാകുന്നു, അള്ളാഹുവിന്റെ തൗഹീദിലുള്ള ഈമാനാകുന്നു. ആ വിശ്വാസത്തിൽ അവർ എത്രത്തോളം വിവരം കൈവരിക്കുന്നുവോ അത്രത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കും, അത്രത്തോളം ഇസ്ലാമിൽ അവന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, അവന്റെ ദീൻ സുരക്ഷിതമാകും. അടിത്തറ അവസരമാക്കി പടുത്തുയർത്തപ്പെട്ട കെട്ടിടത്തെ പോലെ. അപ്പോൾ മുസ്ലിമിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം അതവന്റെ അള്ളാഹുവിനുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തോടൊപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ നമ്മെ സൂചിപ്പിച്ച ഈ ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈമാൻ, അക്ഷരാർത്ഥത്തിൽ തൗഹീദ്, അതിന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സിഹ്ഹത്തുൽ മഅരിഫത്തി ബില്ലാഹി വ അംരിഹി വ അസ്മാഇഹി വ സിഫാതിഹി, രണ്ടാമത്തേത് തജ്രീദുൽ ഇൻഖിയാദി വ റസൂലിഹി ദൂന മാ സിവാ. അള്ളാഹുവിനുള്ള ഈമാൻ അതിന്റെ അടിത്തറ നന്നാകണമെങ്കിൽ ആദ്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ സുരക്ഷിതത്വം അവർ കൈവരിക്കണം. അതായത് അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും അവന്റെ ഈമാനിന്റെ അടിത്തറ. അതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ അൽഫാലുകളെ കുറിച്ചും സിഫത്തുകളെ കുറിച്ചുമുള്ള അറിവ് അതെത്രത്തോളം സുരക്ഷിതമാണോ അത്രത്തോളം ഈമാനാകുന്നവന്റെ അടിത്തറ ഭദ്രമാകും. രണ്ടാമത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ അസ്മാഅ് സിഫാത്തുകളെ കുറിച്ചുള്ള അറിവ് അതെത്രത്തോളം സുരക്ഷിതമാണോ അതോടൊപ്പം ആ തൗഹീദിനെ നിശ്ചിതമായി അള്ളാഹുവിന്റെ റസൂലിന് മാത്രം കീഴൊടുക്കുക, അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാത്രം അവൻ ഇത്തിദാഅ് ചെയ്യുക, അനുസരണം കാണിക്കുക, ത്വാഅത്ത് ചെയ്യുക. ദൂനമാക്കുക മറ്റൊന്നിനോടും മറ്റൊരാളോടും അവരിൽ വിധേയത്വം കാണിക്കാതിരിക്കുക. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെന്ന് പറഞ്ഞു, റസൂലിനെന്ന് പറഞ്ഞു, അതിലേക്ക് അവൻ സമ്പൂർണ്ണമായി വിധേയത്വം കാണിക്കുക. ഇത് തൗഹീദിന്റെ അടിത്തറ നന്നാകാൻ അനിവാര്യമായ കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇഖ്ലാസ് മുതാബഅത്ത്, ഇഖ്ലാസുൽ ഇത്തിബാഅ്, അത് ദീനിന്റെ അടിത്തറ നന്നാകാൻ, ഈമാനിന്റെ അടിത്തറ നന്നാകാൻ അനിവാര്യമാണ്. നോക്കൂ, നിങ്ങൾ തൗഹീദിനെ വിഭജിക്കവേ ഉലമാക്കൾ പറഞ്ഞ വ്യതിരിക്തമായ രണ്ട് വിഭജനമുണ്ട്, അല്ലെങ്കിൽ വ്യതിരിക്തമായ രണ്ട് നാമങ്ങളുണ്ട്. സാധാരണക്കാരെ തൗഹീദ് പഠിപ്പിക്കുന്നിടത്ത് ആ ശബ്ദങ്ങൾ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടില്ല. എന്നാൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അത് പറയാറുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അറിവിന്റെയും സ്ഥിരീകരണത്തിന്റെയും തൗഹീദ് എന്ന് പറഞ്ഞാൽ അറിവിന്റെയും സ്ഥിരീകരണത്തിന്റെയും തിരിച്ചറിവിന്റെയും തൗഹീദിൽ എന്തുൾപ്പെടും? അൽ ഈമാനു ബിറുബൂബിയ്യത്തില്ലാഹി വൽ അസ്മാഇ വസിഫാത്ത്, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള തൗഹീദ്, അതിലുള്ള വിശ്വാസവും അല്ലാഹുവിന്റെ അസ്മാഇ വസിഫാത്തിലുള്ള തൗഹീദ്, അതിലുള്ള വിശ്വാസവും അറിവിന്റെയും തിരിച്ചറിവിന്റെയും സ്ഥിരീകരണത്തിന്റെയും തൗഹീദിന്റെ ഇനത്തിൽപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നാം പഠിക്കേണ്ടതും സ്ഥിരീകരിക്കേണ്ടതുമായ അനിവാര്യമായ തൗഹീദിന്റെ ഇനമാകുന്നു
റുബൂബിയ്യത്തിലുള്ള അല്ലാഹുവിന്റെ തൗഹീദും അസ്മാഉ വസിഫാത്തിലുള്ള അല്ലാഹുവിന്റെ തൗഹീദും. രണ്ടാമത്തെ വിധം തൗഹീദുൽ ഇറാദത്തി വത്തലബ്, അന്വേഷണത്തിന്റെയും താല്പര്യത്തിന്റെയും ക്ഷേത്രത്തിന്റെയും തൗഹീദ്. അതിലുൾപ്പെടുന്ന തൗഹീദുൽ ഉലൂഹിയ്യ, അമ്പിയാക്കളുടെയും മുസ്ലിങ്ങളുടെയും ദഅവത്തിന്റെ അടക്കാമായ തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹുവിന്റെ ആരാധനയിലുള്ള ഏകത. അത് തൗഹീദുൽ ഇറാദത്തി വത്തലബ് എന്ന വിഭജനത്തിലാണ് ഉലമാക്കൾ എത്തിയത്. അത് നമ്മുടെ തേട്ടമാണ്, നമ്മൾ അല്ലാഹുവിന് സമർപ്പിക്കേണ്ടതാണ്, നമ്മുടെ ഇറാദത്താണ്, നമ്മുടെ താല്പര്യമാണ്, അല്ലാഹു നമ്മോട് താല്പര്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ വിഭജനത്തിലുള്ള തെളിവെന്താണ്? നാം സ്ഥിരീകരിക്കേണ്ട, നാം അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കേണ്ട തൗഹീദിന്റെ വിഭജനത്തിലുള്ള തെളിവായി ഉലമാക്കൾ പഠിപ്പിച്ച ആയത്ത് സൂറത്തുൽ ത്വലാഖിലെ 12ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാത്, അല്ലാഹു അവനാരാണെന്നോ, ഖലഖ സബഅ സമാവാത്, അവൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. വമിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്നും അതിന് സമാനമായ 7 ഭൂമികൾ അവൻ സൃഷ്ടിച്ചു. യതനസ്സലു അംറു ബൈനഹും, അല്ലാഹുവിന്റെ കൽപ്പന അംർ അവയ്ക്കിടയിൽ ഇറങ്ങുന്നതാണ്. ആകാശഭൂമികൾക്കിടയിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുന്നതാണ്. എന്തിനു വേണ്ടി? അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും അവർക്ക് സമാനമായതിനെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചതെന്തിനു വേണ്ടി? അല്ലാഹു ഈ ആയത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അല്ലാഹുവിന്റെ റുബൂബിയ്യത്താണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ വിശേഷണമാണ്. അവയ്ക്കിടയിൽ അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയ്യത്തിനെ സ്ഥാപിച്ചത്? ലിതഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്ന അല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അല്ലാഹുവിന്റെ വിജ്ഞാനം, അവന്റെ അറിവ് അത് സകല വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് ഒന്നും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. എല്ലാത്തിനെ കുറിച്ചും വിശാലമായി സൂക്ഷ്മമായി അല്ലാഹു അറിയുക തന്നെ ചെയ്യും. അല്ലാഹു എല്ലാത്തിനും കുതിരയുള്ള കഴിവുള്ള പതിരാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, തിരിച്ചറിയാൻ, അന്വേഷിക്കാൻ, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്നാണ് അവയ്ക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങുന്നു എന്ന പരാമർശം നടത്തിയത്. അപ്പോൾ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ കണ്ടെത്തുകയും ശേഷം നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ട തൗഹീദിന്റെ ഇനം അതിലാകുന്നു. തൗഹീദുൽ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. രണ്ടാമത്തെ ഇനം, രണ്ടാമത്തെ വിഭജനം തൗഹീദുൽ ഇറാദത്തി വത്തലബ്, അന്വേഷിക്കുകയും തേടുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന തൗഹീദിന്റെ ഇനം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഇബാദ, ഇബാദത്തിലുള്ള അല്ലാഹുവിന്റെ തൗഹീദ്. അതിനുള്ള ദലീലാണ്, തെളിവുണ്ടാണ്. സൂറത്തുൽ ദാരിയാത്തിൽ നാം കേട്ട് സുപരിചിതമായ ആയത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു നമ്മോട് താല്പര്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു നമ്മോട് താല്പര്യപ്പെടുന്നത് നമ്മൾ അല്ലാഹുവിനോട് തൊഴിൽ ചെയ്യേണ്ടത്, നമ്മൾ അന്വേഷിച്ച് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് ഈ ഇബാദത്തിലൂടെയാണ്. തൗഹീദുൽ ഇബാദ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്ന തൗഹീദിന്റെ വിഭജനത്തിലൂടെയാണ്. അത് അല്ലാഹു താല്പര്യപ്പെടുന്നതാണ്. മറ്റത് നാം പഠിച്ചു മനസ്സിലാക്കി സ്ഥിരീകരിക്കേണ്ടതാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയ്യത്തും അസ്മാഉ വസിഫാത്തും ഉൾക്കൊണ്ട പഠിക്കേണ്ട, സ്ഥിരീകരിക്കേണ്ട തൗഹീദിനെ കുറിച്ച് പറഞ്ഞത് തഅലമു, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ വിഭജനമായ ഇബാദത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ തൗഹീദിനെ കുറിച്ച് പറഞ്ഞത് തഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തത് പഠിക്കാനും സ്ഥിരീകരിക്കാനുള്ളതും, രണ്ടാമത്തത് ആ താല്പര്യം അനുസരിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഫതൗഹീദു ഇൽമുൻ വഅമലുൻ, ഉലമാക്കൾ പറഞ്ഞു തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഇൽമുമാണ്, അമലുമാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തുക, പഠിക്കലും പ്രവർത്തിക്കലുമാണ്, ഇൽമും അമലുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ ഇനങ്ങളിൽ പ്രധാനപ്പെട്ട തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദുൽ റുബൂബിയ്യ, ചരിത്രത്തിൽ അതിനെ നിരാകരിച്ചവർ അതിനെ കളവാക്കിയ സുരേഷമാണ്. തൗഹീദുൽ ഉലൂഹിയ്യ നാം സ്ഥിരമായി സംസാരിക്കുകയും നമ്മുടെ പ്രബോധന മേഖലയിൽ നാം ഒന്നാം അജണ്ടയായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് അതിലെവിടെയോ നമുക്ക് കൈമോശം വന്ന മേഖലയാണ്.
അല്ലാഹുവിന്റെ അസ്മാഇലും സിഫാത്തിലുമുള്ള തൗഹീദ്, അതിനെക്കുറിച്ചുള്ള സംസാരം, അതിനെക്കുറിച്ചുള്ള വിവരം, അതിനെക്കുറിച്ചുള്ള പഠനം, പഠിപ്പിക്കൽ ഇതിൽ തന്നെയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയാണ് മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്തിലുള്ള തൗഹീദ്, അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പറയുന്നു തൗഹീദിന്റെ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ലാഹുവിനെ കുറിച്ചറിയാൻ എന്നെ ചെയ്യേണ്ട ഒരാളാണ്, അവരുടെ വിശേഷങ്ങൾ എന്താണ്, മറ്റാർക്കും തുല്യതയില്ലാത്തവരും അല്ലാഹുവിന് മാത്രം പരിമിതമായ അസ്മാഉൽ ഹുസ്ന അതെന്തൊക്കെയാണ്, അതിന്റെ താല്പര്യം എന്താണ്, അതനുസരിച്ച് ഞാൻ അവനെ സമർപ്പിക്കേണ്ടത് എന്താണ്, ഇത് തിരിച്ചറിയാത്ത ഒരുവരെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുതുബയിൽ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാണെങ്കിൽ അല്ലാഹുവിന്റെ തൗഹീദ് വ സിഫാത്ത്, അല്ലാഹുവിന്റെ അസ്മാഉ വ സിഫാത്ത്, ആ തൗഹീദുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ്. അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് ഇന്നും അതിൽ വെച്ച് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, ഖുർആനിൽ നിങ്ങൾ പഠിക്കുക എന്ന പ്രയോഗം കരുതുകയാണെങ്കിൽ നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുക എന്ന പ്രയോഗം കരുതുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കുക അല്ലാഹു ഉന്നയിച്ച പ്രതാപശാലിയും യുക്തിമാനുമാണ്, അസീസും ഹകീമുമാണ്. അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അല്ലാഹു അസീസും ഹകീമുമാണെന്ന് നിങ്ങൾ പഠിക്കുക. പഠിക്കുക നിങ്ങൾ അല്ലാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ച് അറിവുള്ളവരാണ്. പഠിക്കുക നിങ്ങൾ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവരാണ്. പഠിക്കുക നിങ്ങൾ, അറിയുക നിങ്ങൾ അല്ലാഹു ഗഫൂറുൻ ഹലീമുമാണ്. അവൻ സഹനശീലനും എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവരും ഗഫൂർ പുറത്തു തരുന്നവരുമാണ്. നിങ്ങൾ പഠിക്കുക അല്ലാഹു സമീഉൻ അലീമുമാണ്. നിങ്ങൾ പഠിക്കുക, തിരിച്ചറിയുക, അന്വേഷിക്കുക വലിയ്യുൻ ഹമീദ്, അല്ലാഹു വലിയ്യുൻ ഹമീദുമാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങൾ അവൻ എണ്ണി എണ്ണി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുക പഠിക്കുക വലവു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത്രത്തോളം അല്ലാഹു ഇൽമിന്റെ കൽപ്പന ചേർത്ത് വെച്ച് പറഞ്ഞ പരാമർശങ്ങൾ ഖുർആനിൽ കുറവാണ്. അല്ലാഹു ഇൽമിന്റെ പഠിക്കുക എന്ന അമ്രിന്റെ കൽപ്പന വെച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കൽപ്പനയില്ല. ബഹുഭൂരിപക്ഷം അങ്ങനെയാണ്. എന്നാണ് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുള്ള തൗഹീദ്, അല്ലാഹുവിന്റെ അസ്മാഇനെയും അല്ലാഹുവിന്റെ സിഫാത്തിനെയും ഉൾക്കൊള്ളുക, അതിന്റെ താല്പര്യം അനുസരിച്ച് അതിന്റെ ഉദ്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്യുക എന്നുള്ളത് തൗഹീദിന്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരവും നമ്മുടെ ഇബാദത്തിലേക്ക് സഹായകരവും അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മഹത്തായ ഇബാദത്തുമാണ്. അല്ലാഹുവിനുള്ള തൗഫീഖ്, അത് മനസ്സിലാക്കാനുള്ള വിജ്ഞാനവും അവബോധവും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള അല്ലാഹുവിന്റെ ഉദവി നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ വ സിഫാത്ത്, അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, അതിനുള്ള പ്രേരണ നമുക്കുണ്ടാകാൻ, ആ പഠനത്തിന്റെ ഗൗരവം നമ്മെ ഉണർത്താൻ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വരച്ചു വെച്ച ഏതാണ് പരാമർശങ്ങൾ. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം മുഖവിളിയായാണ് നാം സൂചിപ്പിച്ചത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഖുർആനിൽ മറ്റേത് വിഷയങ്ങൾ പരാമർശിക്കുന്നതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പരാമർശിച്ചത് തൗഹീദാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് പോലും തൗഹീദുമായി ബന്ധിതമല്ലാതെയില്ല. ഏതായത് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറുനിലക്ക് അതിന് തൗഹീദുമായി അഭേദ്യമായ ബന്ധമുണ്ടാകും. അതിൽ തന്നെയും
തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ തന്നെയും അള്ളാഹു പരാമർശിച്ച ആയത്തുകളിൽ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അഫ്ആലുകളും അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അത് നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഖുർആനിലെ ആയത്തുകളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഖുർആനിലെ വിജ്ഞാനങ്ങൾ അത് ഉണരുന്നവർ അവർ ആദ്യം ആ വിജ്ഞാന സാഗരത്തിൽ നിന്ന് തപ്പിയെടുക്കേണ്ടത് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ കുറിക്കുന്ന വിജ്ഞാനങ്ങളാണ് എന്നുള്ള മാറ്റം നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഏതാണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത്? ഖുർആനിലെ ഏറ്റവും ആത്മമായ ആയത്ത് ഏതാണ്? വചനം ഏതാണ്? നമുക്കറിയാം, അതായത് കുർസിയാണ്. നമുക്കെല്ലാവർക്കും മനഃപാഠമായ മഹത്തരമായ വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരികയും റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്ളം, നിനക്കറിയുമോ അല്ലാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. അത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന വിശേഷണം ചാർത്തപ്പെട്ട ആയത്ത് അലായത്തുൽ കുർസിയാണ്. എന്തുകൊണ്ട് ആയത്തിനെ അത്രയും വിശേഷണം കൈവരിക്കാൻ സാധിച്ചു? അല്ലെങ്കിൽ അല്ലാഹു അള്ളമായ ആയത്ത് എന്ന ആയത്തിനെ വിശേഷിപ്പിക്കാൻ റസൂലുള്ളാഹിയുടെ നാട്ടിലൂടെ വിശേഷിപ്പിക്കാൻ എന്താണ് കാരണം? മറ്റായത്തുകളിൽ ഇല്ലാത്ത വിധം അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ആ ആയത്തിൽ സമാഗമിക്കുക എന്നതാണ് അതിന്റെ കാരണം. നോക്കൂ, നിങ്ങൾ ആയത്തുൽ കുർസി മനഃപ്പാഠമുള്ളവരല്ലേ? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിൽ അവന്റെ നാമങ്ങളായും വിശേഷണങ്ങളായും പരാമർശിച്ചത് എന്തെല്ലാമാണ്? നിങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്കൂ. മറ്റായത്തുകളിൽ ഇല്ലാത്ത വിധം അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ആയത്തുൽ കുർസിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തായി മാറും. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ ഏറ്റവും അഫ്ളലായ സൂറത്ത് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം ഏതാണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യൻസിൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫി സബൂർ വലാ ഫിൽ ഖുർആൻ മിസ്ലഹാ വഹിയ സബ്ഉൽ മസാനി. അതെ, തൗറാത്തിലും ഇൻജീലിലും ഖുർആനിൽ തന്നെയും തത്തുല്യമായ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഏതുപോലെ? തൗറാത്തിലാകട്ടെ, ഇൻജീലിലാകട്ടെ, ഖുർആനിൽ തന്നെയാകട്ടെ, സബ്ഉൽ മസാനിയെ പോലെ തത്തുല്യമായ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ല. എന്താണ് സബ്ഉൽ മസാനി? അത് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ, അതിനെക്കുറിച്ചുള്ള പരാമർശമാണിത്. സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആനിലെ ഏറ്റവും അഫ്ളലായ സൂറത്ത്. എന്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയെ അഫ്ളലായ സൂറത്ത് എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലൂടെ വിശേഷിപ്പിച്ചു? സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അവിടെയും കാണാം അല്ലാഹുവിന്റെ അസ്മാഉൽ സിഫാത്തുകൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതെല്ലാം അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള ആയത്തുകളാണ്. പിന്നീട് വരുന്നതോ തൗഹീദുൽ ഉലൂഹിയ്യ സ്ഥാപിക്കുന്ന, തൗഹീദുൽ ഇറാദത്തി വഖൽബിനെ സാധൂകരിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നീട് വരുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവിനോടുള്ള ദുആ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആ ദുആഇന്റെ പൂർണ്ണരൂപം ഇവിടെയും അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അല്ലാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും സമാഗമിക്കുന്നു. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ അഫ്ളലായ സൂറത്തായി. മാത്രമല്ല സൂറത്തു അൽ ഇഖ്ലാസ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഏറ്റവും ലളിതമായ സൂറത്തുൽ ഇഖ്ലാസ്. ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏത് ചെറിയ കുട്ടിക്കും വ്യത്യസ്തമായ ലളിതമായ സൂറത്ത്. ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള വിശേഷണം എന്താണ്? സൂറത്തുൽ ഖുർആൻ. സൂറത്തുൽ ഖുർആൻ ഖുർആനിന്റെ മൂലമാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന വിശേഷണം ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണം? ഒരിക്കൽ
ഒരു സ്വഹാബിയെ സംബന്ധിച്ച് അദ്ദേഹം പള്ളിയിൽ ഇമാമത്ത് നിർവഹിക്കുന്ന സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു പരാതി അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു പരാമർശം റസൂലുള്ളാഹിയുടെ അടുക്കലെത്തി. എന്താണത്? അദ്ദേഹം നമസ്കാരത്തിൽ ഇമാമത്ത് നിർവഹിക്കുമ്പോൾ ഉറക്കെയുള്ള നമസ്കാരങ്ങൾ സൂറത്തുൽ ആവർത്തിച്ച് പാരായണം ചെയ്യും. ഒരു വേള അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാത്ത പാരായണം തന്നെ നടത്താറില്ല. അങ്ങനെ അദ്ദേഹത്തെ റസൂലുള്ളാഹി വിളിപ്പിക്കുകയുണ്ടായി. ചോദിച്ചു, നീ അങ്ങനെ ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, അതെ, അദ്ഭുതത്തിന് ഞാൻ അഗാധമായി ഇഷ്ടപ്പെടുന്നു. അള്ളാഹു അവന്റെ ഇഷ്ടപ്പെടുന്ന സിഫത്തുകൾ റഹ്മാനായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുറ്റി നിൽക്കുന്ന സൂറത്താണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ട സിഫത്തുകൾ മുറ്റി നിൽക്കുന്ന ആ സൂറത്തിനെ ഞാൻ അഗാധമായി ഇഷ്ടപ്പെടുന്നു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അത് കേൾക്കേണ്ടതാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് പരാമർശിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടവിശേഷണങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതേക്ക് പറയാൻ, അതിനെ ദിക്ർ ചെയ്യാൻ, അതാഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇത്രയും ശ്രേഷ്ഠകരമായ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനത്തിൽ ആ വിഷയത്തിലുള്ള അവകാശത്തിൽ മുസ്ലിം സമൂഹത്തെ തൗഹീദ് കൽപ്പനാക്കിയവർ എന്ന് അഭിമാനിക്കുന്നവരെ നിങ്ങൾ എവിടെയാണ്? ഞാൻ എന്നോടും നാം ഓരോരുത്തരോടും ചോദിക്കുക. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് അലീം എന്ന അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ച് ഒരു 10 മിനിറ്റിൽ കുറയാത്ത വാദങ്ങൾ സംസാരിക്കാൻ അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് വാചാലനാകാൻ സാധിക്കുന്ന എത്ര പ്രബോധനന്മാരുണ്ട് ഈ നാട്ടിൽ? തൗഹീദ് പ്രബോധനന്മാർ അത്രക്കും അന്യമായി പോയിരിക്കുകയാണ്. തൗഹീദിന്റെ വിഭജനങ്ങളിൽ ഒന്നായ തൗഹീദ് അസ്മാഇ വ സിഫാത്തിനെ കുറിച്ചുള്ള പഠനം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠകരമായ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠകരമായ സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠകരമായ അധ്യായങ്ങൾ അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹുവിന്റെ അസ്മാഇ വ സിഫാത്തിന്റെ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ആ വിഭജനത്തെ സംബന്ധിച്ച് തൗഹീദിന്റെ അയത്തെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ മഹത്വവും ഗൗരവവും സൂചിപ്പിക്കാൻ അത് മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ പഠനത്തെ സംബന്ധിച്ച് ഉലമാക്കൾ വിശദീകരിച്ച 3 വിശേഷണങ്ങൾ അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി അസ്ലുൻ മിൻ ഉസൂലിൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമതായി റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ് അല്ലാഹുവിന്റെ അസ്മാഉ വ സിഫാത്തിലുള്ള പഠനമടങ്ങുന്ന തൗഹീദിന്റെ പഠനം, ഷഹാദത്തിനെ കുറിച്ചുള്ള പഠനം. മൂന്നാമതായി അജാറത്തു മിൻ ഉസൂസിദ്ദീൻ, ദീനിന്റെ അടിത്തറകളിൽപ്പെട്ട ദീൻ പടുത്തുയർത്തപ്പെടേണ്ട അടിത്തറകളിൽപ്പെട്ട അടിത്തറയാണ് അല്ലാഹുവിന്റെ അസ്മാഉ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം. ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഗൗരവത്തേറുന്ന വിഷയമാണിത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ വിഷയകമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ അബ്ദുൽ മുഹ്സിൻ അൽ-ബദർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം അത് സൂചിപ്പിക്കാതെ വയ്യ. അദ്ദേഹം പറഞ്ഞു, കൈഫ യസ്തഖീമു അംറുൽ ബശരിയ്യ വതസ്ലുഹു ഖാറുൻ നാസി ബിദൂനി മഅരിഫതിഹിം, എങ്ങനെയാണ് മാനവകുലമേ നിങ്ങളുടെ അവസ്ഥ നന്നാകുക, നിങ്ങളുടെ കാര്യങ്ങൾ നേരാണെന്ന് നിലനിൽക്കുക, ബിദൂനി മഅരിഫതിഹിം, നിങ്ങൾ പഠിക്കാതെ, നിങ്ങൾ തിരിച്ചറിയാതെ, ആരെ കുറിച്ച് തിരിച്ചറിയാതെ, ആരെ കുറിച്ച് പഠിക്കാതെ, നിങ്ങളുടെ മുൻമാതൃകയില്ലാതെ, പ്രസ്താവ്യമായ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് തുല്യതയില്ലാതെ, സമാനതകളില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങൾക്ക് അന്നം നൽകുന്ന, നിങ്ങൾക്ക് പാര്യം നൽകുന്ന, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, നൽകുന്ന നിങ്ങളുടെ റബ്ബായ അല്ലാഹു, അവരെ കുറിച്ചുള്ള വിജ്ഞാനമില്ലാതെ എങ്ങനെയാണ് സമൂഹമേ നിങ്ങളുടെ അവസ്ഥ നന്നാകുക? എങ്ങനെയാണ് സമൂഹമേ നിങ്ങളുടെ കാര്യങ്ങൾ നേരാമെന്ന് നിലനിൽക്കുക? അതിൽ തന്നെയും അവന്റെ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളെ കുറിച്ചുള്ള വിവരമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അവരെ തിരിച്ചറിയാൻ സാധിക്കും? അവന്റെ പൂർണ്ണങ്ങളായ വിശേഷണങ്ങൾ, അവന്റെ മഹോന്നതങ്ങളായ ഗുണങ്ങൾ, അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ തിരിച്ചറിയാൻ സാധിക്കും? അതില്ലാതെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ വിജയം അകപ്പെടാതിരിക്കും.
ആ സിഫാത്തുകളും ആ അസ്മാകളും ആ മൗസൂലുകളുമാകട്ടെ അദ്ദാലതു അലാ കമാലിഹി വ ദലാലിഹി വ അളമതിഹി, അല്ലാഹുവിന്റെ മഹത്വത്തെ, അല്ലാഹുവിന്റെ വലിപ്പത്തെ, അല്ലാഹുവിന്റെ പരിപൂർണ്ണ സമ്പന്നതയെ അതിനെ കുറിക്കുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ വിശേഷങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഉച്ചാരോപിച്ചില്ല, നിങ്ങളുടെ അവസ്ഥ എങ്ങനെ നേടാനും അതെ ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ അടങ്ങുന്ന ന്യായമായി അവൻ മാത്രം ആരാധിക്കപ്പെടേണ്ടുന്ന ആരാധനാണ് അവൻ. അവനെ മാത്രമേ നിങ്ങൾ വിവാദം ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ യഥാർത്ഥ രൂപത്തിൽ അനുയോജ്യമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹക്ക് വിട്ടുന്ന രൂപത്തിൽ അവൻ വിവാദം ചെയ്യാൻ സാധിക്കും? അള്ളാഹിനെ കുറിച്ചുള്ള ഈ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ വലുപ്പത്തെയും അള്ളാഹുവിന്റെ പൂർണ്ണതയും കുറിക്കുന്ന ഈ വിശേഷണങ്ങളെ കുറിച്ചും അസ്മാകളെ കുറിച്ചുമുള്ള പഠനമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നേരാവണ്ണം അള്ളാഹുവിനെ വിവാദം ചെയ്യുക? ഏത് റബ്ബിനെയാണ് നിങ്ങൾ വിവാദം ചെയ്യുക? ആ റബ്ബിനെ കുറിച്ച് അറിയാതെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം അത് നാം നമ്മുടെ ഹൃദയങ്ങളിൽ അടിവരേണ്ടതാണ്. എന്നാൽ ബഹുഭൂരിപക്ഷ സമൂഹവും ജനവികാരങ്ങളും അവരെ എന്തിനാണോ സൃഷ്ടിച്ചത്, അവരുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള യുക്തിരാഷ്ട്രീയം എന്താണോ അതിന് നഷ്ടത്തിലായി അവർക്ക് വേണ്ടി അള്ളാഹു പടച്ചു വെച്ച ദുനിയാവിലെ കാര്യങ്ങൾ, സറബുകൾ, അതിന്റെ പിന്നാലെ ഓടുന്നത്. എന്തിനാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച സറബുകൾക്ക് പിന്നാലെ തേടിപ്പോകുകയാണ്. ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും മുഖ്യാൽപ്പങ്ങളും അവരാ വിഷയത്തിൽ അശ്രദ്ധരാണ്. ഇതുപോലെ എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ആയത്താണ് അവസാനമായി ഈ ഖുതുബയുടെ അവസാന വരെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ തെറ്റിച്ചു കളയരുത്, അശ്രദ്ധയിലാക്കരുത്. ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ അവരെ തടയാക്കുന്നത്, അവരെ ആവശ്യത്തിൽ അശ്രദ്ധരാക്കുന്നത്, ഭൗതികമായ അവന്റെ സംസ്ഥാനത്തിന് വേണ്ടി അള്ളാഹു സ്ഥാപിച്ച മസാലികളും അവന്റെ സമ്പത്തും സന്താനങ്ങളുമാണെങ്കിൽ ആരുടെ പ്രവർത്തിച്ചോ അവർ പരാതികളിൽ നരകാവകാശങ്ങളിൽ പെടാൻ സാധ്യതയുള്ളവരാണ്. والله تعالى اعلم وهو اعلم بالصواب وصلى الله وسلم وبارك على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.